കാര്യങ്ങളല്ല. അപ്പൊ നമ്മളത് അല്ലാതെ നമ്മള് വിലയിരുത്തുന്നതാണ്. ഇതൊക്കെ വിലയിരുത്താൻ ആമീഷന്റെ റിപ്പോർട്ട് വായിക്കണ്ടായിരുന്നില്ല. വീട്ടിൽ ജനിച്ച് പുള്ളി പഠിച്ച് കറക്റ്റായ ജോലി കണ്ടുപിടിച്ച് 24 മണിക്കൂർ വാർത്തകളിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. അതാ പറഞ്ഞ 24 മണിക്കൂർ വാർത്ത കളിക്കാൻ കണ്ടോണ്ടിരിക്കണം. സിനിമ കാണണോ? അതൊന്നും സത്യമല്ല. 24 മണിക്കൂർ വാർത്തകൾ ഉള്ളി മനസ്സിലായ. പിന്നെ സിനിമകൾ കാണണോ? നിങ്ങളത് ഇഷ്ടം കണ്ടാ മതി. അല്ലെങ്കിൽ ഈ വല്ല അറിയാൻ നോക്കി പോയിക്കോ. ഡ്രസ് പറയാമോ അല്ലെങ്കിൽ പോയി അതല്ല വേണ്ടത്. ഈ അതൊക്കെ ചോദിച്ചു ഇതൊക്കെ എന്തിനാ കൂട്ടിയെന്ന് അറിയാമോ? എന്താ പറഞ്ഞു ഓനെ കാണുന്നില്ലല്ലോ ആരും. ഞാൻ ഞാൻ ചോദിച്ചതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. ചോദിച്ചതിലൊരു തെറ്റുണ്ട്. ഏതാണ് തെറ്റ്? ഏത് മറയില്ലാത്ത ഈ പറഞ്ഞ പരത്തിന്റെ മറയിൽ നിന്നിട്ടാണ് ഡ്രസ് പറഞ്ഞത്. നീ എവിടെ കണ്ടിട്ടുള്ളത് പരത്തിന്റെ മറയിൽ? പുറത്ത് വന്ന റിപ്പോർട്ടിലാണ്. റിപ്പോർട്ടിൽ കണ്ടിട്ടുള്ളൂ. നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചോദിക്കുള്ളൂ. നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഡ്രസ് മാറാൻ ഇറങ്ങി കൊടുത്താൽ വിചാരിച്ചേ അങ്ങനത്തെയാണല്ലോ വരുന്നത്. ചാനലുകൾ വരുന്നത് നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്താണല്ലോ. നീ ഇപ്പൊ പറയുന്നതാണെങ്കിൽ ഒരു പെണ്ണിനെ പറ്റിയുള്ള മോശം പരിപാടിയല്ലേ പറഞ്ഞോണ്ടിരിക്കണം. അത് പറയുമ്പോ എനക്കുള്ള സുഖവും അത് കേൾക്കുമ്പോൾ ഈ ഇത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോൾ സുഖമല്ലേ? ഈ നോക്കണം. എന്നാ പെൺകുട്ടിക്ക് മറയിൽ കൊടുക്കാൻ പോണ്ടേ ഡ്രസ് മാറുമ്പോ? പെൺകുട്ടികൾക്ക് ഡ്രസ് മാറാൻ പെൺകുട്ടി ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും അതൊക്കെ പെൺകുട്ടിന്റെ താല്പര്യമാണെങ്കിൽ പെൺകുട്ടി എന്താണെങ്കിലും തെങ്കിന്റെ മറയുന്ന ഡ്രസ് മാറിയ കാര്യം ചോദിക്കേണ്ട കാര്യം എന്റെ അടുത്ത്. അതെന്താ കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഷൈൻ ചേട്ടൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് എല്ലാ വീട്ടിലും ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. അല്ലല്ല, മാറിയിട്ട് വർക്കാണ്. ഈ ഐശ്വര്യത്തിലും മനോരമയിലെ കാര്യം പറയാൻ പറ്റും നമുക്ക്. അത് ചെയ്യണ കാര്യം പറ്റുമോ? ഈ കണ്ടിട്ടുണ്ടോ അവിടെ കേറിയിട്ടുണ്ടോ? ഒരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യം ഞാൻ പറയാം. ഒരു പഞ്ചായത്ത് വരും, പഞ്ചായത്ത് മെമ്പർ എല്ലാ പഞ്ചായത്തിലെ കാര്യം നടക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കണ്ടാൽ പോരെ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ നടക്കാൻ പാടില്ല എന്നാണല്ലോ നമ്മളൊക്കെ പറയാൻ അല്ലേ? ഷൈൻചേട്ടാ, ഒരു നടിക്ക് ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? നമ്മളല്ല തീരുമാനിക്കേണ്ടത്. നമ്മൾ ഓരോ ഒരു നടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് എടുത്താൽ മതിയാന്ന് ചോദിക്കുന്നത്. അപ്പൊ അതായത് ഇപ്പൊ ഷൈൻചേട്ടൻ പറഞ്ഞ പോലെ അവര് പുറത്ത് ഷൂട്ട് ചെയ്യും, ഇത് ഞങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്യും. നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു ഉൾപ്പില്ല. അതുകൊണ്ടാണ് അത് തിരിഞ്ഞത്. എനിക്ക് കുറച്ച് ഉൾപ്പുണ്ട് ഇങ്ങോട്ട് വേണ്ടി കാണിക്കുക. ഇത് കാണിക്കാണ്ട് എനിക്ക് ഉൾപ്പുണ്ടായിട്ടല്ല, എനിക്ക് ഉണ്ടോ കുറച്ച് മാന്യത. നിങ്ങളിപ്പോ ക്യാമറ ഉപയോഗിച്ച് നോക്കിയോ? ഇല്ല, ഇത് കാട്ടുന്നില്ല. എന്റെ ഡയലോഗ് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ലേ? ഇതൊക്കെ പോകാൻ ഷൂട്ട് ചെയ്ത് 24 മണിക്കൂർ നിങ്ങൾ ക്യാമറ വെച്ച് പിന്നാലെ നടക്കുന്നത് എനിക്കറിയാം. ഒരാളുടെ ഡ്രസ്സ് മാത്രമല്ല അയാളെ നഗ്നരാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം. തൊലി വിരിയാണ് വാർത്തകൾ കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുമെന്ന് പറയാം. പക്ഷെ ഇതൊക്കെ ഇല്ലാതെയാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കണത്, ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലേക്കും ഇങ്ങളിലേക്കും ഇറങ്ങിച്ചില്ല എപ്പോഴേ. ഈ പടത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും വാർത്തകൾ എനിക്ക് അറിയണ്ട. സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ഇന്നലെ നമ്മുടെ സിനിമ ആണെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ ഇഷ്ടായി. സി നമ്മുടെ പടം ഒരു സ്ട്രെസ് ഫ്രീ പടം, സ്ട്രെസ് ഫ്രീ പടം ചേട്ടാ. അതുകൊണ്ട് നമുക്ക് സ്ട്രെസ് ഫ്രീ ആവാം, അതാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഐ എം വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. നമുക്ക് നല്ല റിപ്പോർട്ട്സ് കിട്ടി. ഫൺ റൈഡ് ആണ്, സ്ട്രെസ് ഫ്രീ ആണ്, നോ ടെൻഷൻ, നോ പ്രോബ്ലം. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും പോയിട്ട് കണ്ടിട്ടുണ്ടോ? ഡിഡ് യു വാച്ച്? ഇല്ല, പ്ലീസ് ഗോ വാച്ച് നമ്മുടെ പടം. എന്റെ ക്യാരക്ടർ. താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ പടം. താങ്ക് യു. അല്ല, അടിപൊളിയായിരുന്നു. പാട്ടാണ് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നത്. ദീപ്തി പാടിയ പാട്ട് അതല്ല, എനിക്ക് താനാര ആരാ പാടിയത്?
ഐ സ്റ്റാർട്ട് ചെയ്ത്, പക്ഷെ ഞാൻ ആ ശരിക്കും 2 വോയിസ് ഉണ്ടല്ലോ, മെയിൽ വോയിസ് ഫീമെയിലും അവരോട് പാടാൻ പറഞ്ഞ പാട്ടാണല്ലോ. ആ ഞാൻ പാട്ട് പാടി പറയാം. പക്ഷെ മെയിൽ വോയിസ് അടിപൊളി. അത് സൂപ്പറായി, നല്ല രസം. കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര കൊച്ചുകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാട്ട്. കൊച്ചുകുട്ടികളാണോ പോയത്? കല്യാണം കഴിഞ്ഞാണോ? അല്ലല്ലല്ല, ഞാനേ നമ്മള് പിള്ളേരൊക്കെ എത്തിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര കല്യാണം കഴിഞ്ഞാണോ? ഇഷ്ടപ്പെട്ടു. കൊച്ചുകുട്ടികളായിട്ട് പോയത് എന്റെ വീട്ടിലെ ഫാമിലി ഉണ്ടാവും ചേട്ടാ. ഫാമിലി കൂട്ടു ഫാമിലിയാണ്. ഫാമിലി ആയിട്ടാണ് മൊത്തമായിട്ടാണ് പോയത്. ആ എത്ര ടിക്കറ്റ്സ് ഉണ്ട് അവിടെ വീട്ടില്? 5 ടിക്കറ്റ്. അപ്പൊ ഈ പിള്ളേർക്ക് 2 പ്രാവശ്യം ഒന്നും ഒറ്റയ്ക്ക് പോയി. ഒക്കെ റീൽസ് അത് പിന്നെ പോയി. ഫസ്റ്റ് നമ്മൾ ആദ്യം കണ്ടത്, എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കണ്ടേ. വീട്ടുകാരെ കാണിക്കാനുള്ള പടാണല്ലോ. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും. ആ ഫാമിലിക്ക് പറ്റില്ല. ഫാമിലി പിള്ളേരൊക്കെ അല്ല, മറ്റു കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയായിട്ടുള്ള ഓപ്പൺ ഡിസ്കഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ അടിപൊളി. ഈ പടമൊന്നും തിയേറ്ററിൽ പോയി കാണണ്ട. എന്നിട്ടാണ് ഞങ്ങൾക്ക് അടുത്ത പടം കിട്ടാൻ. അടുത്ത പടത്തിന്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഷാഫി സാറിന് വേണ്ടിട്ടാ. ഇല്ല, അതിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നുള്ളൂ. പ്രൊജക്ട് ഒന്നും ആയിട്ടില്ല. പുതിയ താരങ്ങളായിരിക്കും മിക്കത്. ഞാൻ ഇപ്പൊ അടുത്ത പടത്തിലുണ്ടെന്ന് പറഞ്ഞില്ല ഒരു ഡേറ്റ്. ഇല്ല, ഇത് സ്ക്രിപ്റ്റ് ആയിട്ടില്ല, ജസ്റ്റ് ഒരു ഐഡിയ ആയിട്ടുണ്ട്. ഷൈൻജാന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവര്, അല്ല ഷൈൻജാന്റെ കൂടെ ഒരു തവണ വർക്ക് ചെയ്തിട്ടുള്ളവര് ഉറപ്പായിട്ടും പിന്നെയും പുള്ളീനെ ഇൻക്ലൂഡ് ചെയ്യും സിനിമ. കാരണം ഡിസ്റ്റർബിംഗ് ആ. അത്രയും പ്രൊഫഷണൽ ആണ് പുള്ളി. സീരിയസ് അയ്യോ പറഞ്ഞാണ് പറഞ്ഞിട്ടുണ്ട്. അയ്യോ അയ്യോ ഇയാളോ തൊപ്പിട്ട് അല്ലേ? പറ, ഞങ്ങൾക്ക് വല്ല അയ്യോ കൈ വേദന എടുക്കുന്നു പറഞ്ഞു. പ്രേക്ഷകരോട് പടം കാണണം എന്നാണ് നമുക്ക് പറയാനുള്ളൂ. നമ്മൾ പടങ്ങൾ ചെയ്യുന്നു, നല്ല പടമാണെന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് പടം കാണും. തിയേറ്ററിലാണ് പടങ്ങൾ വാച്ച് ചെയ്യുന്നത്. കൂട്ടത്തിലെ ആൾക്കാരെന്നെ പറഞ്ഞത് 2 വർഷം ചെയ്ത പുള്ളി. ആ പുള്ളി തന്നെ പറഞ്ഞ പടം അതാണ് പടത്തിനോട് പറയാം. അതെ അതെ അതെ. താരാരോ അടിപൊളി പടമാണ്. ആ പ്രേക്ഷകരോട് എല്ലാവരും തിയേറ്ററിൽ തന്നെ ഫാമിലി ആയിട്ട് പോയി കാണണം. നിങ്ങൾ ഫാമിലി ആയിട്ടല്ല ഉണ്ട്? ആ, ഞാൻ ഫാമിലി ആയിട്ടുണ്ട്. ആ കുട്ടികൾക്ക് നല്ല റീൽസ് ചെയ്യാൻ പറ്റിയ ആ പാട്ടുണ്ട്, താനാരോ തന്നാരോ. എൻജോയ് ചെയ്യുന്നില്ലേ? ആ എൻജോയ് ഉണ്ടായി. അപ്പൊ പടം കാണണമെന്നല്ലേ നിങ്ങളുടെ ഷൈൻചേട്ട പൊളിച്ചുണ്ട്. പിന്നെ ബാംഗ്ലൂര് വെടിയും ആ സംഭവം ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു മമ്മൂട്ടിക്ക് പറഞ്ഞ ഒരു നീയുടെ ഡയലോഗ് അടിച്ചില്ലേ, ഒരു പൊളിറ്റിക്സിന്റെ സംഭവം, അത് പൊളിച്ചത്. എങ്ങനെയാ ഷൈൻചേട്ടത്? ശ്വാസം പിടിച്ചിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു ചേട്ടൻ. ശ്വാസം പിടിച്ചിട്ട് ഭാഷം വിടുന്ന സമയത്തൊക്കെ ശ്വാസം വിടും. അല്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കുന്നത് ശ്വാസം വിടണല്ലോ. ഭയങ്കര സെറ്റപ്പായിരുന്നത്. പടം കാണാം. എല്ലാവരും പടം കാണാം. ഞാൻ 2 പ്രാവശ്യം കണ്ട വ്യക്തിയാണ്. അപ്പൊ നിങ്ങള് ഒറ്റ ആൾക്കാർ കണ്ടോളൂ. ജീവനോട് കിട്ടും. ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ കാണാത്തവര് എന്തായാലും കാണാം. നിങ്ങളുടെ ആദ്യത്തെ അനുഭവം അല്ലേ? നല്ല അഭിപ്രായം, നല്ല ഇഷ്ടപ്പെട്ടു. കോമഡി ചിരിക്കുക, അല്ലാണ്ട് വെറുതെ ശ്വാസം പിടിച്ചിരിക്കുന്നൊക്കെ എൻജോയ് ചെയ്ത് പോവാ പടം കണ്ട. അല്ലാതെ അതിൽ കൂടുതൽ പേര് പ്രേക്ഷകരോടായിട്ട് സമാധാനമായിട്ട് പറഞ്ഞു. അപ്പൊ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നല്ല സന്തോഷമായിട്ട് ഇറങ്ങി പോവാം. പിന്നെ നമ്മൾ വേറെ തലങ്ങളിലേക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു സിനിമയായിട്ട് കാണുക, അത് എൻജോയ് ചെയ്യാൻ പോവാ, അത്രേ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിലാണ്. നന്നായിട്ട് പ്രൊമോഷൻ ചെയ്തു. ഈ ആകെ അവരുടെ അടുത്ത് ഷൂട്ട് ചെയ്തു. താങ്ക് യു. ഓക്കെ താങ്ക് യു.